ഇന്ത്യ US വ്യാപാര സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയിലെ ഇന്ത്യക്കാരോടുള്ള ഇടപെടൽ കൂടുതൽ രൂക്ഷമായി മാറുകയാണ്. അനധികൃത കുടിയേറ്റക്കാരെന്നാരോപിച്ച് 50 ഇന്ത്യക്കാരെ കൂടി അമേരിക്ക നാടുകടത്തി. ഹരിയാനയിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരെയാണ് ഇത്തവണ നാടുകടത്തിയത്. കാലുകൾ ചങ്ങലകളാൽ ബന്ധിച്ചാണ് ഇവരെ ഇന്ത്യയിലേക്ക് എത്തിച്ചതെന്നാണ് ഉയരുന്ന ആരോപണങ്ങൾ. ലക്ഷക്കണക്കിന് രൂപ ഏജന്റിന് നൽകി അമേരിക്കയിലേക്ക് പോയവരാണ് ഇവരിൽ ഭൂരിപക്ഷവും. നാടുകടത്തപ്പെട്ടവർ ശനിയാഴ്ച രാത്രി ഡൽഹിയിൽ വിമാനമിറങ്ങി. ഇവരിൽ ചിലർ വിമാനയാത്രയുടെ മുഴുവൻ ദൈർഘ്യമായ 25 മണിക്കൂറോളം കാലിൽ ചങ്ങല ധരിപ്പിച്ച് യാത്ര ചെയ്യേണ്ടി വന്നതായാണ് പരാതികൾ വരുന്നത്. നാടുകടത്തപ്പെട്ടവരിൽ 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവാക്കളാണ് ഭൂരിഭാഗവും. 35 മുതൽ 57 ലക്ഷം രൂപ വരെ ഏജന്റുമാർക്ക് നൽകി അമേരിക്കയിലേക്കുള്ള അനധികൃത പ്രവേശന ശ്രമത്തിൽ കബളിക്കപ്പെട്ടവരാണ് പലരും. ഇവർ ഹരിയാനയിലെ കർണാൽ, അംബാല, കുരുക്ഷേത്ര, യമുനാനഗർ, പാനിപത്ത്, കൈത്തൽ, ജിന്ദ് തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ളവരാണ്. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം എല്ലാവരെയും വീടുകളിലേക്ക് തിരിച്ചയച്ചതായി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം അടുത്തിടെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഹരിയാനയിൽ നിന്നുള്ള 50 യുവാക്കളിൽ പലരും ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങി ജീവിതം പുനർനിർമ്മിക്കാൻ തയ്യാറെടുക്കുകയാണ്. വിദേശത്ത് തകർന്ന സ്വപ്നങ്ങളുടെ വൈകാരികവും സാമ്പത്തികവുമായ കഷ്ടപ്പാടുകളുമായി മല്ലിടുകയാണവർ. വളരെ നിരാശരാണെങ്കിലും ദീർഘകാല തടങ്കലുകൾക്ക് ശേഷം തങ്ങളുടെ പ്രിയപ്പെട്ടവർ സുരക്ഷിതരായി തിരിച്ചെത്തിയതിൽ അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമുണ്ട്. കർണാലിലെ സിഗോഹ ഗ്രാമത്തിലെ ഗഡാരിയ സമുദായത്തിൽ നിന്നുള്ള മെട്രിക്കുലേറ്റ് വിദ്യാർത്ഥിയായ രാജൻ പാൽ അക്കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബം ഡെങ്കി വഴി US അയക്കാൻ 60 ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചു. ദുബായ്, കൊളംബിയ, പനാമ, മെക്സിക്കോ എന്നിവിടങ്ങളിലൂടെ 6 മാസത്തെ യാത്രയ്ക്ക് ശേഷം 2024 ഡിസംബർ 2 രാജൻ US എന്നിരുന്നാലും എത്തിയ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയും നാടുകടത്തപ്പെടുന്നതിന് മുൻപ് ഏകദേശം 11 മാസം കസ്റ്റഡിയിൽ കഴിയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കുടിയേറ്റത്തിനുള്ള പണം കണ്ടെത്തുന്നതിനായി കുടുംബം ഒരു കടയും സ്ഥലവും വിറ്റു. ട്രാവൽ ഏജന്റുമാർക്ക് മാത്രം 45 ലക്ഷം രൂപ നൽകി. 12 പേരടങ്ങുന്ന ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നത് രാജൻ ഓർത്തു. അരിസോണയിലെ ഒരു ക്യാമ്പിൽ ഏകദേശം 2 ആഴ്ച ചിലവഴിച്ച ശേഷം അദ്ദേഹത്തെ ലുസിയാനയിലേക്ക് മാറ്റി. ഒക്ടോബർ 20 നാടുകടത്തൽ വിവരം അവിടെ നിന്ന് അറിയിച്ചു. ഏജന്റുമാർക്കെതിരെ നടപടിയെടുക്കാൻ കുടുംബം ആലോചിക്കുന്നുണ്ടെങ്കിലും പോലീസിനെ ഉൾപ്പെടുത്തുന്നതിന് മുൻപ് പ്രശ്നം രമ്യമായി പരിഹരിക്കാമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. രാജന്റെ സഹോദരൻ വിശാൽ പാൽ അഭിപ്രായപ്പെട്ടു. ഡെങ്കി റൂട്ട് ഇനി യഥാർത്ഥ നേട്ടമൊന്നും നൽകുന്നില്ല. ഇത്രയും വലിയ നിക്ഷേപം ഇന്ത്യക്കുള്ളിൽ നന്നായി വിനിയോഗിക്കാൻ കഴിയും. അടുത്തിടെ തിരിച്ചെത്തിയവരിൽ കർണാലിലെ ബസ്തലി ഗ്രാമത്തിൽ നിന്നുള്ള 23-കാരനായ തുഷാർ ശർമ്മയും ഉൾപ്പെടുന്നു. 11 വർഷം മുൻപ് അദ്ദേഹത്തിന്റെ പിതാവ് ദേവേന്ദർ സിംഗ് മരിച്ചു. മകൻ സുരക്ഷിതമായി തിരിച്ചെത്തിയതിൽ തുഷാറിന്റെ അമ്മ കോമൾ ആശ്വാസം പ്രകടിപ്പിച്ചു. തുഷാറിന്റെ യാത്രയ്ക്കായി 45 ലക്ഷം രൂപ ചിലവഴിച്ചത് ചെറിയ ഭൂമി മാത്രമുള്ള കുടുംബമാണ്. 2023 മാർച്ചിൽ അദ്ദേഹം US തുടക്കത്തിൽ ഒരു കടയിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം പിന്നീട് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി നേടി. 3 മാസം മുൻപ് അറസ്റ്റും തുടർന്നുള്ള തടങ്കലും ഉണ്ടായിരുന്നിട്ടും കോമളിന് ട്രാവൽ ഏജന്റുമാരോട് ഒരു വിരോധവുമില്ല. തന്റെ വരുമാനം വായ്പകൾ തിരിച്ചടയ്ക്കാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുവെന്നും അവർ പങ്കുവച്ചു. എന്റെ മകൻ തിരിച്ചെത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വലിയ തുകകൾ ചിലവഴിച്ചിട്ടും ചില കുടുംബങ്ങൾക്ക് വിദേശത്ത് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജീവൻ രക്ഷപ്പെട്ടാൽ അത് ലക്ഷങ്ങൾ വിലമതിക്കുന്നു എന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ക്യാമ്പിലെ അദ്ദേഹത്തിന്റെ സമയം കഠിനമായിരുന്നു. അപ്പം മാത്രമേ നൽകിയിരുന്നുള്ളൂ എന്നും അവർ ദി ഇന്ത്യൻ എക്സ്പ്രസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.